വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് യു എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മെഡിക്കൽ റൂമിൽ നിന്ന് തിരിച്ചെത്തിയ സായി അവിടെ നടന്നതിനെക്കുറിച്ച് ജിയോട് പറയുന്നു. ഇലക്ട്രോണിക്സ് ഐറ്റം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് നിയമമെങ്കിലും ആരും കാണാത്തൊരു ഫോൺ അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതും അവൾ ജിയെ കാണിക്കുന്നു. അപ്പോഴാണ് ഒരു ഓഫീസർ ഇൻസ്പെക്ഷന് വേണ്ടി അവരുടെ റൂമിലെത്തിയത്. ഫോൺ വേഗം തലയിണയ്ക്കടിയിൽ ഒളിപ്പിച്ചിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കുന്നു. ഉപയോഗിക്കാൻ പറ്റില്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ കൈവശമുണ്ടെങ്കിൽ അത് നൽകാനുള്ള അവസാനത്തെ ചാൻസ് ആണെന്ന് അറിയിച്ചിട്ട് ഓഫീസർ മുറിയിൽ പരിശോധന നടത്താൻ തുടങ്ങുന്നു. ഫോൺ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ജിയ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുറേ ചോക്ലേറ്റുകൾ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഓഫീസർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃകയാക്കുന്നുണ്ട്. അവൾ അങ്ങനെ സ്വയം മുന്നോട്ട് വന്നതുകൊണ്ട് ഓഫീസർ പിന്നെ കൂടുതൽ പരിശോധന നടത്തുന്നില്ല. റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഖുറാൻ റിലാക്സ് ചെയ്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന PSP എടുത്ത് ഗെയിം കളിക്കാൻ തുടങ്ങുന്നു. ഫെങ് അവന് സ്നാക്സ് നൽകുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ മുറിയിലും സഡൻ ഇൻസ്പെക്ഷന് വന്നത്. PSP മേടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഖുറാൻ അതുമായി മുറിയുടെ പുറത്തേക്ക് പോകുന്നു. ഓഫീസർ നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത മട്ടിൽ അവൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. എന്തോ കള്ളത്തരമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം പുറകെ ചെന്നെങ്കിലും പിടികൊടുക്കാതെ അവൻ സ്പീഡിൽ പോകുന്നു. ഓഫീസർ കാണാത്ത രീതിയിൽ ഒരു ഭിത്തിയുടെ മറുവശത്ത് ചെന്നപ്പോൾ എതിരെ വന്ന റാങ്ങിന്റെ കയ്യിൽ PSP പിടിച്ചേൽപ്പിച്ചിട്ട് വേഗം പുറത്തേക്ക് പോകാൻ പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി അവൻ പിടിക്കുന്നു. ഓഫീസർ പുറകിൽ നിന്ന് നിൽക്കാൻ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ റാങ്ങിന് കാര്യം മനസ്സിലാകുന്നതിനാൽ അവൻ വേഗം മുന്നോട്ട് പോകുന്നു. ഖുറാൻ ഈ സമയം അദ്ദേഹത്തിന് പിടികൊടുത്ത് അവന് കുറച്ച് ടൈം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ കയ്യിലിരിക്കുന്നത് മെഡിക്കൽ റൂമിലുള്ള ടോണിക്കാണെന്ന് കണ്ടപ്പോൾ മറ്റാർക്കോ കയ്യിലിരുന്ന സാധനം കൈമാറിയിട്ടുണ്ടെന്ന് മനസ്സിലായ ഓഫീസർ ആളെ പിടിക്കാനായി മുന്നോട്ട് പോകുന്നു. സായി ഏതോ കോമിക് ബുക്ക് ഓർഡർ ചെയ്തിരുന്നത് ഡെലിവറി ചെയ്യാൻ വന്നവർ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നതിനാൽ അവൾ സ്റ്റെയറിനടിയിൽ ഒളിച്ചിരുന്ന് അവരോട് സംസാരിച്ച് കഴിഞ്ഞ സമയത്താണ് റാങ് ഒളിക്കാനായി എവിടേക്ക് ചെന്നത്. അവനെ കണ്ടവൾ എന്തോ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മിണ്ടരുതെന്ന് അങ്ങി കാണിച്ചിട്ട് അവനും മുടക്കേറിയിരിക്കുന്നു. അവൾ അപ്പോഴും എന്തോ ചോദിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും മിണ്ടാതിരിക്കാൻ അവൻ പറയുന്നു. ഓഫീസർ സ്റ്റെയർ ഇറങ്ങിയൊരു ശബ്ദം കേട്ടപ്പോൾ സായി പിടിച്ചതുപോലെ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് കുറച്ചുകൂടി അടുത്തിരിക്കുന്നു. പിടിക്കപ്പെടുമെന്ന് രണ്ടുപേരും കരുത്തിയതാണ്. അപ്പോഴാണ് മുറിയിൽ ഒരാൾ തളർന്നു വീണു എന്ന് ആരോ വിളിച്ചു പറയുന്നതും ഓഫീസർ തിരിച്ചു പോകുന്നതും അവർ കേട്ടത്. അദ്ദേഹം പോയി എന്ന് മനസ്സിലായിട്ടും സായി അവൻ്റെ കയ്യിൽ പിടിവിടാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഓഫീസർ പോയി എന്ന് അവൻ പറഞ്ഞിട്ട് പോലും അവൾ ശ്രദ്ധിക്കുന്നില്ല. അവസാനം അവൻ തന്നെ പുറകിലേക്ക് മാറിയിരിക്കുന്നുണ്ട്. അവൾ അങ്ങനെ നോക്കിയിരിക്കുന്നത് കൊണ്ട് അവൻ്റെ മുഖത്ത് നാണം ഫീൽ ചെയ്യുന്നത് അവൾക്ക് അറിയാൻ കഴിയുന്നു. നിനക്ക് നാണം വരുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചിട്ട് അവൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ആ സമയത്ത് അവൻ കഴുത്തിൽ കൈകൊണ്ട് തടവുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഇരുന്നപ്പോൾ അവൻ്റെ ഷർട്ടിൽ പറ്റിയ അഴുക്ക് അവൾ തൂത്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. ഓഫീസറുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഖുറാങ് ആയിരുന്നു ബോധക്കേട് അഭിനയിച്ചത്. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ അവൻ ആ തകർത്ത് അഭിനയിക്കുന്നുണ്ടെങ്കിലും കള്ളത്തരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അവനെ സപ്പോർട്ട് ചെയ്ത് ഫെങ്ങും കൂടെ നിൽക്കുന്നതിനാൽ അടുത്ത ദിവസം രണ്ടുപേർക്കും ഓഫീസ് ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടി പണിഷ്മെൻറ്റായി അദ്ദേഹം നൽകുന്നു. ഒരുമിച്ച് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ സായി അവനെ ഖുറാങ് എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പേഴ്സ് കണ്ടെത്തി കൊടുത്തതിന് നന്ദിയും പറയുന്നു. അവൾ തന്നെ ഖുറാനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായിട്ടും അവൻ തിരുത്താൻ പോകുന്നില്ല. റാങ്ങിനെ പരിചയമുണ്ടെന്നൊക്കെ അവൾ സംസാരത്തിനിടയിൽ ചോദിക്കുന്നുണ്ട്. തലേദിവസം ലേറ്റായി എത്തിയപ്പോൾ അവനെ കണ്ടതും തങ്ങളുടെ ക്ലാസ്സിലാണെന്ന് കള്ളം പറയുന്നതൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ സ്വഭാവം തീരെ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും അവൾ പറയുന്നു. എന്നിട്ട് പോലും താനാണ് റാങ് എന്നവൻ പറയുന്നില്ല. ഫോൺ കയ്യിലുള്ളത് കൊണ്ടാണ് ഒളിക്കാൻ ശ്രമിച്ചത് എന്നവൾ ചോദിച്ചപ്പോൾ അവൻ PSP എടുത്ത് കാണിക്കുന്നു. പെൺകുട്ടികളുടെ റൂമിൽ ഇൻസ്പെക്ഷൻ കുറവായതിനാൽ വേണമെങ്കിൽ അതുകൂടി സൂക്ഷിച്ചു വെച്ചോളാം, പിന്നെ തരാം എന്നവൾ പറഞ്ഞപ്പോൾ അവൻ അത് അവളെ ഏൽപ്പിക്കുന്നു. ഞാനിത് നന്നായി സൂക്ഷിച്ചോളാം എന്നവൾ പറഞ്ഞപ്പോൾ അവൻ അവളുടെ പേര് വിളിച്ച് താങ്ക്സ് പറയുന്നുണ്ട്. അവൻ തൻ്റെ പേരറിയാമെന്ന് ഉള്ളത് അവളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നു. അന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ പോലും അവൾ അതിൻ്റെ ത്രില്ലായിരുന്നു. അടുത്ത ദിവസം ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഖുറാനും ഫെങ്ങിനും പണിഷ്മെൻറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ക്ലീൻ ചെയ്യുന്നതിന് പകരം രണ്ടുപേരും ഉഴപ്പി നിൽക്കുകയാണെന്ന് മാത്രം. ഇടയ്ക്ക് താഴെ ഒരു പേപ്പർ കിടന്നിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയെറിഞ്ഞ് ആ പണിഷ്മെൻറ്റ് ഡ്യൂട്ടി പോലും അവർ എൻജോയ് ചെയ്തു. ആ സമയത്താണ് അവരെ മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വിളിക്കാനായി റാങ് അവിടെ എത്തിയത്. ക്ലീൻ ചെയ്ത് കഴിയാതെ വിടില്ല എന്ന് ഓഫീസർ പറയുന്നു. അവനെ കൂടി സഹായത്തിന് വിളിച്ചോട്ടെ എന്ന് ഫെങ് ചോദിക്കുന്നു. അവനതിന് താല്പര്യമുണ്ടോ എന്ന് ഓഫീസർ ചോദിച്ചപ്പോൾ അവൻ സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ 3 പേരും കൂടിയാണ് അവിടെ ക്ലീൻ ചെയ്തത്. ഈ സമയത്ത് ഗ്രൗണ്ടിൽ 3 ക്ലാസ്സിലെയും കുട്ടികളെ നിരത്തിയിരുത്തി മ്യൂസിക് കോമ്പറ്റീഷൻ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നിരുന്നു. പാടാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാമെന്ന് സാർ അനൗൺസ് ചെയ്തപ്പോൾ ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് ആരാണ് പാടുന്നത്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് സായി ജിയോട് പറയുന്നുണ്ട്. ആ സമയത്താണ് പണിഷ്മെൻറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ റാങ്കിങ് സംഘവും അവിടേക്ക് വന്നത്. അവനെ കണ്ടതും അതുവരെ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സായി എൻ്റെ പേര് വിളിച്ചു പറയാൻ ജിയോട് പറയുന്നു. റാങ്ക് വരുന്നത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി ജിയ അവളുടെ പേര് വിളിച്ചു പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നത് പോലെ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബാക്കി കുട്ടികളും കൈയടിച്ച് അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര നാണമുള്ള കൂട്ടത്തിലാണ്, എന്നാലും എല്ലാവരും കൂടി നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ പാടാമെന്ന് പറഞ്ഞ് സായി ഖുറാങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവർ അങ്ങോട്ടേക്ക് വന്നിരുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അടുത്തിരുന്നവർ പറഞ്ഞാണ് കാര്യം മനസ്സിലായത്. തനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണെന്ന് കേട്ടപ്പോൾ പാടുന്ന ആളിനെ നോക്കിയ ഖുറാൻ ജിയ ആയിരിക്കും പാടുന്നതെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് അവളുടെ കൂടെ ഖുറാങ് കൂടി പാടാൻ ജിയ പറഞ്ഞത്. എല്ലാവരും അവനെയും നിർബന്ധിക്കുന്നു. അവൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണെന്ന് റാങ്ങിന് മനസ്സിലായെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ടിരുന്നല്ലാതെ അവൻ എഴുന്നേൽക്കുന്നില്ല. ഇത്രയൊക്കെ നിർബന്ധിക്കുമ്പോൾ റിജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് ഖുറാൻ പാടാനെ എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് അവനാണ് ഖുറാൻ എന്ന് അവർ രണ്ടുപേരും അറിയുന്നത്. സായി ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്തായാലും പാടുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട് എല്ലാവരും പാട്ടൊക്കെ അവസാനിപ്പിച്ച് നനയാതിരിക്കാൻ വേണ്ടി പല പല ഭാഗങ്ങളിലേക്ക് ഓടുന്നു. സായി പക്ഷേ ജിയയുടെ കൂടെ പോകാതെ റാങ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടുന്നു. ജിയ വേറെ കുറെ കുട്ടികൾക്കൊപ്പം ഒരു ബിൽഡിങ്ങിന്റെ സൈഡിലേക്ക് കയറി നിന്നിരുന്നു. അവളുടെ അടുത്തായി ഖുറാനും ചെന്ന് നിൽക്കുന്നു. അവൾക്ക് തന്നോട് ക്രഷ് ഉണ്ടെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ് അവൻ സംസാരിച്ചത്. കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും പ്രതികരിക്കാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ നിന്നിരുന്ന വരിയുടെ ഒരറ്റത്തായി ഒരാൾ കൂടി ഓടി വന്ന് കയറിയത്. അതിൻ്റെ തള്ളലിൽ ആ വരിയിലുണ്ടായിരുന്ന എല്ലാവരും ഒരു സൈഡിലേക്ക് നീങ്ങുന്നുണ്ട്. ജിയ നീങ്ങിച്ചെന്ന് ഖുറാനെ ഇടിക്കുന്നു. അവൾ തന്നെ ടച്ച് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം വന്ന് ഇടിച്ചതാണെന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയെങ്കിലും
അവനതിനുള്ള അവസരം പോലും നൽകുന്നില്ല. ദേഷ്യം വന്ന അവൾ അവനെ തള്ളി വെളിയിലേക്ക് കളഞ്ഞിട്ട് നീ ആകെ നനഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ശരിക്കും നടക്കുന്നത് മനസ്സിലാക്കാതെ അവൾക്ക് താൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് നാണം വന്നതുകൊണ്ടാണ് എന്നെ തള്ളിവിട്ടത് എന്ന് അവൻ പറയുന്നു. അവനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്നതിനല്ല അവളൊന്നും മിണ്ടുന്നില്ല. അവൻ വലിയ ജാടയിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. റാങ് നിന്ന ഭാഗത്തേക്ക് ഓടിയ സായി അവനെ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു പോയപ്പോൾ അവൾ വല്ലാത്ത വിഷമത്തിലായിരുന്നു. അവൻ്റെ ശരിക്കുള്ള പേര് റാങ് എന്നാണെന്നും ഇത്ര നാളും ആളും അറിയാണ് അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നും അവൾക്ക് മനസ്സിലായിരുന്നു. അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണുമെന്നൊക്കെ പറഞ്ഞ് അവൾ മുറിയിൽ ചെന്നിട്ട് ആകെ വിഷമിക്കുന്നു. ജിയ ഓരോന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മഴയത്ത് വെച്ച് കണ്ടപ്പോൾ അവൾ ഒരു മണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് റാങ് പോയത്. അതാണ് അവൾക്ക് ഇത്ര വിഷമമാകാൻ കാരണം. ഇതെല്ലാം ഖുറാൻ കാരണം വന്ന കുഴപ്പങ്ങളാണ്. ഒരവസരമുണ്ടാക്കി റാങ്ങിനോട് നടന്നൊക്കെ പറഞ്ഞാൽ അവന് നിന്നെക്കുറിച്ച് മോശം ഇംപ്രഷൻ ഒന്നും ഉണ്ടാകില്ല എന്ന് ജിയ പറയുന്നു. ആദ്യ ദിവസം ലേറ്റായി ചെന്നതിൻ്റെ പണിഷ്മെൻ്റായിട്ടുള്ള നൈറ്റ് ഡ്യൂട്ടി അന്ന് തുടങ്ങിയാണ്. അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് റാനിനെ പുറത്തേക്ക് വിളിപ്പിച്ച് അവനോട് സംസാരിച്ചാലോ എന്ന് ജിയ ചോദിക്കുന്നു. അതൊക്കെ ശരിയാകുമെന്ന് സായി സംശയിക്കുന്നുണ്ടെങ്കിലും ജിയ അവൾക്ക് ധൈര്യം നൽകുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. സായിക്ക് ഭൂതപ്രേത വിശ്വാസികളെ നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. ജിയ പക്ഷേ അങ്ങനെയല്ല. അവൾക്ക് കുറച്ചുകൂടി തൻ്റെ ഇടമുണ്ട്. സായി പേടിച്ചിട്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് നടക്കുന്നത്. കൂട്ടത്തിൽ പേടിയുടെ ചുറ്റും നോക്കുന്നുമുണ്ട്. അവിടെ ഇരുട്ടായതുകൊണ്ടാണ് നിനക്ക് ഇത്ര പേടി തോന്നുന്നത്. സ്റ്റോർ റൂമിൽ പോയി ഒരു ടോർച്ച് എടുത്തുകൊണ്ട് വന്നാൽ കുറച്ചുകൂടി ധൈര്യം കിട്ടും എന്ന് ജിയ അവളോട് പറയുന്നു. പക്ഷേ രണ്ടുപേർക്കും കൂടി സ്റ്റോർ റൂമിലേക്ക് പോകാൻ പറ്റില്ല. ഇടയ്ക്ക് ഓഫീസർമാർ ആരെങ്കിലും ചെക്കിങ്ങിന് വന്നാൽ ഒരാളെങ്കിലും അവിടെ ഡ്യൂട്ടിയിലുണ്ടാകണം. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പോകാമെന്ന് ജിയ പറയുന്നു. ജിയ പോകാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും സായിക്ക് അത്രയും സമയം തനിച്ച് നിൽക്കാൻ പേടിയാണ്. അവൾക്ക് ധൈര്യം കൊടുക്കാനായി നീ നടന്ന് ഇതിൻ്റെ മറുവശത്തുള്ള ബിൽഡിങ്ങിന് മുന്നിൽ എത്തുമ്പോൾ അവിടെ റാങ്ക് നിൽപ്പുണ്ടാക്കുമെന്ന് മനസ്സിൽ സങ്കല്പിച്ചോളാൻ ജിയ അവളോട് പറയുന്നു. അവനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സായിക്ക് കുറച്ചൊക്കെ ധൈര്യമൊക്കെ കിട്ടുന്നുണ്ട്. ജിയ വെറുതെ അവൾക്ക് ധൈര്യം നൽകാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ശരിക്കും ആ വഴിയുടെ അറ്റത്തുള്ള ബിൽഡിങ്ങിന് മുന്നിൽ റാങ്ങും ഖുറാങ്ങും കൂടി അവരെ പോലെ തന്നെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ഖുറാങ്ങിനും സായിയെ പോലെ പേടിത്തോണ്ടതാണ്. പക്ഷെ അത് അംഗീകരിക്കുകയുമില്ല. പേടി കാരണം അവൻ റാങ്ങിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുന്നു. നിനക്ക് പേടിയാണോ എന്ന് ചോദിച്ചിട്ട് പേടിയോ എനിക്കോ എന്ന് ചോദിച്ച് വലിയ ജാട ഇടുകയും അവൻ ചെയ്യുന്നു. അപ്പോഴാണ് അവർ നിന്നിരുന്ന സ്ഥലത്തെ ലൈറ്റ് ഇടിച്ചു പോയത്. അതുകൂടി ആയപ്പോൾ ഖുറാൻ ഒന്നുകൂടി പേടിക്കുന്നു. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുമുണ്ട്. ഇത് പ്രശ്നമൊന്നുമല്ല, പവർ കട്ടാണ്. ഞാൻ പോയി സ്റ്റോർ റൂമിൽ നിന്ന് ടോർച്ച് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് റാങ്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഖുറാൻ അവനെ പിടിച്ചു നിർത്തുന്നു. എങ്കിൽ പിന്നെ നീ പോയിട്ട് വരാൻ പറഞ്ഞ് റാങ്ക് അവിടെ ഇരിക്കുന്നു. ഖുറാൻ പിന്നെയും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നിനക്ക് പേടിയാണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, നിനക്കിവിടെ തനിച്ചിരിക്കാൻ പേടിയാണെങ്കിലോ എന്ന് കരുതിയാണ്. എന്തായാലും ഞാൻ പോയിട്ട് വരാം, പേടിക്കരുത് എന്നൊക്കെ അവന് ധൈര്യം നൽകുന്നതിൽ പറഞ്ഞിട്ട് അവൻ പതിയെ സ്റ്റോർ റൂമിലേക്ക് പോകുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് സായി അവിടെ എത്തിയത്. റാങ്കിനെ കണ്ട് സന്തോഷത്തോടെ അവൾ അടുത്തേക്ക് ചെല്ലുന്നു. ഇത്തവണ അവൻ്റെ ശരിക്കുള്ള പേര് വിളിച്ചാണ് അവൾ സംസാരിച്ചത്. നീ തനിച്ചേ ഉള്ളോ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാനിവിടെ നിൽക്കണോ എന്നവൾ വലിയ ധൈര്യമുള്ളതുപോലെ ചോദിക്കുന്നു. നിനക്ക് അത്രയ്ക്ക് ധൈര്യമൊക്കെ ഉണ്ടോ എന്നവൻ ചോദിച്ചപ്പോൾ അവൾ ഉണ്ടെന്ന് പറയുന്നു. അവളെ ടെസ്റ്റ് ചെയ്യാനായി നിന്റെ പുറകിൽ എന്താണ് എന്നവൻ ചോദിക്കുന്നു. വല്ല പ്രേതവുമാണോ എന്ന് കരുതി അവൾ ശരിക്കും പേടിക്കുന്നുണ്ട്. റാങ്കിന് അതുകൊണ്ട് ചിരി വരുന്നു. അവളുടെ തോളിന് പുറകിലായി ഒരു ഇല പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് അവൻ പറയുന്നു. അവൾ അതെടുത്ത് കളഞ്ഞിട്ട് ഒരു ചിരിയിൽ ചമ്മൽ മറിക്കുന്നുണ്ട്. മുമ്പ് അവൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച PSP അവൾ തിരിച്ചു നൽകുന്നു. ആദ്യം ഷോപ്പിൽ വെച്ച് കണ്ട ദിവസം ആളറിയാതെ മണ്ടൻ എന്ന് വിളിച്ചതിന് സോറി പറയുന്നുമുണ്ട്. അവനുമായി ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വേണ്ടി അവൾ കുറച്ച് സമയം അവൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഖുറാൻ ഈ സമയം സ്റ്റോർ റൂമിനടുത്തിരുന്നു. അവിടെയെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആകെ പേടിച്ചാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവൻ സ്റ്റോർ റൂമിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാതിൽ ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകുന്നു. അവൻ അകത്തുനിന്ന് തുറക്കാൻ കുറേ ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല. ആ സമയത്താണ് അവൻ്റെ പുറകിലെ ഒരു ബോൾ കാറ്റടിച്ച് താഴെ വീണത്. കാര്യം അറിയാതെ അവൻ പേടിച്ച് ഉറക്കം നിലവിളിക്കുന്നു. പിന്നെയാണ് സംഭവം എന്താണെന്ന് അറിയുന്നത്. മൊത്തത്തിൽ അവിടെ നിൽക്കാനുള്ള പേടി കാരണം അവൻ വാതിൽ മുട്ടി ആരെങ്കിലും അവിടെ എങ്ങനെ ഉണ്ടോ എന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ എന്തോ കണ്ട് പേടിച്ച് ഉറക്കെ അലറി നിലവിളിക്കുന്നുമുണ്ട്. സ്റ്റോർ റൂമിൽ നിന്ന് ടോർച്ചും എടുത്തുകൊണ്ട് തിരികെ പോകുകയായിരുന്നു ജിയ അവൻ്റെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുന്നു. ഡോറിലുള്ള ഗ്ലാസ്സിലൂടെ ആദ്യം ഒരു കൈ കണ്ട് അവൾ പേടിക്കുന്നുണ്ട്. പിന്നെയാണ് അവൻ പൊങ്ങി എഴുന്നേറ്റത്. ടോർച്ച് അവൻ്റെ മുഖത്തേക്ക് തന്നെ പിടിച്ചിരിക്കുന്നതിനല്ല ആദ്യം ആളറിയണമെന്ന് അവനും അറിയാൻ പറ്റുന്നില്ല. പിന്നെയാണ് രണ്ടുപേരും പരസ്പരം കണ്ടത്. ഇത് നീയായിരുന്നു എന്ന് രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. ജിയ പോയിട്ട് കുറേ സമയമായിട്ടും കാണാത്തതുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് പോയ കാര്യം സായി അവനോട് പറയുന്നു. അവളെ നോക്കാനായി അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തനിച്ച് പോകാൻ പേടിയുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. അവൻ്റെ മുന്നിൽ മോശക്കാരിയാകാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ വലിയ ധൈര്യം കാണിച്ച് അവിടെ നിന്ന് പോകുന്നു. ശത്രുവിനെ മുന്നിൽ കിട്ടിയ പോലെയുള്ള ത്രില്ലായിരുന്നു ജിയ ഈ സമയം. വാതിൽ തുറക്കാൻ സഹായിക്കാൻ അവൻ പറഞ്ഞപ്പോൾ ഞാൻ സഹായിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം പറയാൻ അവൾ പറയുന്നു. അവൾക്ക് തന്നോട് ക്രഷ് ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ കാരണം ഇറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ വീച്ചാറ്റ് ഐഡി ഞാൻ നിനക്ക് നൽകാം എന്നവൻ ഗമയിൽ പറയുന്നു. അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അത് മനസ്സിലാവാതെ അതിനേക്കാൾ കൂടുതൽ എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൻ. അവൾ അതിനൊന്നും മറുപടി പറയാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ പുറകിൽ നിന്ന് വിളിക്കുന്നു. എനിക്കെന്തായാലും കൈകൊണ്ട് ഇത് തുറക്കാൻ പറ്റില്ല, ഞാൻ പോയി ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാം. നിനക്കിവിടെ തനിച്ച് നിൽക്കാൻ പേടിയാണോ എന്ന് അവൾ ചോദിക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല, നിനക്ക് തനിച്ച് പോകാൻ പേടിയുണ്ടെങ്കിലോ എന്ന് കരുതി പറഞ്ഞതാണ് എന്ന് പറഞ്ഞവൻ ജാടിയിട്ടപ്പോൾ അവൾ വീണ്ടും പോകാൻ തുറക്കുന്നു. അവൻ പിന്നെയും പുറകിൽ നിന്ന് വിളിച്ചു നിർത്തുന്നുണ്ട്. നീ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ നീയാണ് എന്നെ ലോക്ക് ചെയ്തതെന്ന് ഞാൻ എല്ലാവരോടും പറയുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തുന്നു. നിനക്ക് നാണമില്ലെന്ന് ചോദിച്ചവൾ ദേഷ്യപ്പെടുന്നുണ്ട്. തനിച്ച് അവിടെ നിൽക്കാനുള്ള പേടിയാണ് കാരണം എന്ന് പിന്നെ അവൾക്ക് മനസ്സിലാക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാം, ഓഫീസർ റൗണ്ട്സിന് വരുമ്പോൾ അദ്ദേഹം വാതിൽ തുറന്നു തരും എന്നവൻ പറഞ്ഞപ്പോൾ അവന് കൂട്ടിനായി അവൾ അവിടെ ഇരിക്കുന്നു. അവനും അകത്തിരിക്കുന്നുണ്ട്. അവൾ പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കുറച്ച് സമയം ഇരുന്നിട്ടും ആരും വരാത്തത് കൊണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ പോകാനായി എഴുന്നേൽക്കുന്നു. വാതിൽ അകത്തുനിന്ന് ലോക്കായതുകൊണ്ട് പുറത്തുനിന്ന് ഇടിച്ചാൽ ചിലപ്പോൾ തുറക്കാൻ പറ്റിയേക്കും എന്നവൻ പറഞ്ഞപ്പോൾ ഞാനൊരു പെൺകുട്ടിയല്ലേ, ഞാൻ എങ്ങനെയാണ്
വാതിൽ ചവിട്ടി തുറക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആദ്യം അവൾ നമ്പർ ഇടുന്നു. ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നീ ചെയ്തു തരാൻ തയ്യാറായാൽ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നവൾ പറയുന്നുമുണ്ട്. അവൾ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കാമെന്നവൻ സമ്മതിക്കുന്നു. എന്താണ് ആവശ്യമെന്ന് ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ എപ്പോഴെങ്കിലും ചോദിക്കുമ്പോൾ ഉറപ്പായും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൾ വാതിൽ ഇടിച്ചു തുറക്കാൻ ശ്രമിക്കുന്നു. അവൾക്ക് നന്നായി വേദനിച്ചതല്ലാതെ വാതിൽ തുറക്കുന്നില്ല. ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, വെറുതെ ശരീരം കേടാക്കണ്ട എന്ന് പറഞ്ഞ് അവൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ പിന്മാറാൻ അവൾ തയ്യാറില്ലായിരുന്നു. അവനോട് വാതിലടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവൾ സർവ്വശക്തിയുമെടുത്ത് ഒന്നുകൂടി ഇടിച്ചു നോക്കുന്നു. ഇത്തവണ വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ കാൽ തട്ടി മുന്നോട്ട് വീഴാനും തുടങ്ങുന്നു. മുന്നിൽ നിൽക്കുന്ന അവനെയും കൊണ്ടാണ് അവൾ മറിഞ്ഞു കൊടുത്തത്. രണ്ടുപേരും കൂടി താഴെയും മുകളിലുമായി വീഴുന്നു. വീഴ്ചയുടെ ഷോക്കെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി തിരിച്ചു പോകുന്നു. ജിയെ അന്വേഷിച്ച് തനിച്ച് പുറപ്പെട്ട സായി കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ എന്തോ ശബ്ദം കേട്ട് ആകെ പേടിക്കുന്നു. പേടിച്ച് കുറച്ച് മുന്നോട്ട് നടക്കുന്നതിനിടയ്ക്ക് കാൽ തട്ടി അവൾ വീഴാനും തുടങ്ങുന്നു. അതുകൂടെ ആയപ്പോൾ ഏതോ പ്രേതം പിടിക്കാൻ വരികയാണെന്ന് കരുതി അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. അവളുടെ പുറകെ ഉണ്ടായിരുന്ന റാങ് പുറകിൽ നിന്ന് വിളിച്ചപ്പോഴും പ്രേതമാണെന്ന് കരുതിയ എന്നൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ കരയുന്നു. അവൻ അടുത്ത് ചെന്ന് വിളിച്ചപ്പോഴാണ് അവൾ ആളെ അറിയുന്നത്. ഞാനൊരു പ്രേതത്തെ കണ്ടു എന്ന് കരയുന്നതിനിടയിൽ അവൾ പറയുന്നു. ഒരു പേടിത്തൊണ്ടിയെ ഞാനും കണ്ടു എന്ന് പറഞ്ഞ് അവൻ കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് അടുത്ത് എവിടെ ഒരു പൂച്ച കരയുന്നത് കേൾക്കുന്നു. നേരത്തെ അതിൻ്റെ കരച്ചിലായിരുന്നു കേട്ടെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതോടെ ഞാൻ പേടിത്തൊണ്ടിയൊന്നുമല്ല, സാധാരണ എനിക്ക് നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ മറിഞ്ഞു വീഴാൻ തുടങ്ങിയത് കൊണ്ടാണ് എന്നൊക്കെ അവൾ എക്സ്ക്യൂസ് പറയാൻ തുടങ്ങുന്നു. അവൾ തട്ടിവീണ കമ്പ് അവിടെ കിടന്നിരുന്നത് അവൻ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും ജിയയും ഖുറാനും കൂടി അവിടെ എത്തുന്നു. നീ എന്താണ് ഇത്ര ലേറ്റായത്? നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് കരുതി ഞാൻ പേടിച്ചു പോയെന്ന് സായി പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് പറ്റാനാണ്, ഇവൻ കാരണമാണ് ഞാൻ താമസിച്ചതെന്ന് പറഞ്ഞ് ജിയ നടന്ന് പറയാൻ തുടങ്ങുന്നു. പക്ഷേ ഖുറാൻ അതിന് സമ്മതിക്കാതെ അവൾ തടയുന്നുണ്ട്. തടഞ്ഞിട്ട് റാങ്ങിനെയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ റൂമിൽ ചെന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ജിയ സായിക്കൊപ്പം മുന്നോട്ട് പോകുന്നു. പിന്നെ അവർ 4 പേരും കൂടിയാണ് ഡ്യൂട്ടിക്ക് നിന്നത്. എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഓഫീസർ റൗണ്ട്സിന് വരുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായാൽ മതി എന്ന് ഖുറാൻ ഇടയ്ക്ക് പറയുന്നു. നിനക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഇതും കളഞ്ഞേക്ക്, നീ പോയാൽ ഉടനെ തന്നെ ഞാൻ സാറിനോട് റിപ്പോർട്ട് ചെയ്യും എന്ന് ജിയെ ഭീഷണിപ്പെടുത്തുന്നു. ആ സമയത്താണ് ഫെൻ കുറച്ച് മധുരക്കിഴങ്ങുമായി അവരെ വന്ന് വിളിച്ചത്. എല്ലാവരും കൂടി ഒരു ഒഴിഞ്ഞ ഭാഗത്ത് തീ കൂട്ടി അത് ചുട്ടെടുക്കാൻ തുടങ്ങുന്നു. ക്യാമ്പിൻ്റെ മതിലെടുത്ത് കച്ചവടം നടത്തുന്ന ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണത്. എല്ലാവരും കൂടി അവിടെ ഒരുമിച്ചിരുന്ന് കുട്ടിക്കാലത്തെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ചിരിക്കുമ്പോഴാണ് ആരാണ് അവിടെ നിന്ന് ചോദിച്ചുകൊണ്ട് ഓഫീസർ അവിടേക്ക് വന്നത്. പിടികൊടുക്കാതെ എല്ലാവരും എഴുന്നേറ്റ് ഓടുന്നുണ്ട്. എന്തായാലും മിലിറ്ററി ട്രെയിനിങ് ക്യാമ്പ് എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യുന്നു. ക്യാമ്പ് കഴിഞ്ഞപ്പോഴേക്കും അവർ 5 പേരും നല്ല ഫ്രണ്ട്സ് ആകുന്നു. ആ മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണമായി സായിക്ക് തോന്നിയത് അവളുടെ പ്രേതങ്ങളോടുള്ള പേടി കുറഞ്ഞു എന്നതാണ്. ട്രെയിനിങ് അവസാനിക്കുന്നതിൻ്റെ തലേദിവസം രാത്രി സായി മറിഞ്ഞു നിന്ന് അന്ന് ഡ്യൂട്ടിക്ക് നിന്ന റാങ്കിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ വീഡിയോ ആണിത് എന്ന് പറഞ്ഞാണ് അവൾ അത് ചെയ്തത്. ആരാണ് അവിടെ എന്ന് ചോദിച്ച് സാർ ബഹളം വയ്ക്കുന്നത് കേട്ട് അവൾ ക്യാമറയുമായി ഓടുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.